ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കാലിങ്ങനെ ഒടിഞ്ഞ് ട്വിസ്റ്റായിട്ട് കിടക്കുകയാണ്. ഗംഭീര പെയിൻ. April 5-നാണ് ഉണ്ടാവുന്നത്. ഓഫീസ് കഴിഞ്ഞ് റിട്ടേൺ വരുന്ന വഴിക്കാണ് ആക്സിഡൻ്റ് ആവണേ. ഒരു കാർ ഇടിച്ച് തെറിപ്പിക്കായിരുന്നു. ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ കാലിന്മേ മൾട്ടിപ്പിൾ ഫ്രാക്ചറായി. രണ്ടെല്ലും പൊട്ടിയിട്ട് സ്കിന്നിന്മേൽ കുത്തിക്കയറി പുറത്തേക്ക് വന്നു. ബ്ലീഡിങ് ഉണ്ടായിരുന്നു നല്ല പോലെ. അവിടെ നിന്ന് തന്നെ ആംബുലൻസ് വിളിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഹോസ്പിറ്റലിൽ ചെന്ന ഒരു പെയിൻ കില്ലറൊക്കെ തന്നു. ബട്ട് പെയിന് അധികം കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയും ഹെവി പെയിൻ തന്നെയായിരുന്നു. ദെൻ പിറ്റേ ദിവസമായിരുന്നു രാവിലെ ഓപ്പറേറ്റ് ചെയ്തിട്ട് എല്ലിൻ്റെ ഉള്ളിൽ 2 എല്ലിൻ്റെ ഉള്ളിലും റോഡ് ഇട്ടു. ഇപ്പം ഏകദേശം ഒരു 2 months കഴിഞ്ഞു നമ്മുടെ ആക്സിഡൻറ്റ് ഉണ്ടായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരുപാട് ട്രോമാസൊക്കെ ഇപ്പോൾ സ്റ്റില്ലുണ്ട്. ബട്ട് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് പഠിച്ച കാര്യം ക്ഷമയാണ്. ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഞാൻ ഈ പെയിനും വെച്ച് ഒരു റൂമിൻ്റെ ഉള്ളിൽ തന്നെ, അതും എക്സ്ട്രോവേർട്ടും കൂടി ആയിട്ടുള്ളതാണ്, അങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട്, ഒറ്റയ്ക്ക് കിടക്കാൻ വേണ്ടി ഒരാളുടെ ചൂടാവാണ്ട് കിടക്കാൻ വേണ്ടി പഠിച്ചു. അടുത്തായിട്ട് പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ ഒപ്പം ഉണ്ടാവും. ഒരു ഫിൽട്രേഷൻ പീരീഡ് ആയിരുന്നു ശരിക്കും ഇത്. ആരൊക്കെ നമ്മുടെ ഒപ്പം ഉണ്ട്, ആരൊന്നും ഇല്ല, കറക്റ്റായിട്ട് നമ്മൾക്ക് പറ്റിയ ആൾക്കാരെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു 2 months പറ്റിയിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കൊരു പുതിയൊരു വേ തുറന്നിടുകയാണ് ചെയ്യാറ്. അതായത് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് വരാറ്. അപ്പോൾ ഈ ഒരു ആക്സിഡൻറ്റും അതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ടേണിംഗ് പോയിന്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പോസിറ്റീവായിട്ട് തന്നെയാണ് ഇതിനെടുക്കുന്നത്.